വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള കൂടുതൽ മെച്ചപ്പെടുത്തി നടത്താനാണ് സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര അക്കാദമിയും തീരുമാനിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 30ാമത് വർഷത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് ചില ചടങ്ങുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി ഒന്ന് മൺമറഞ്ഞു പോയ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ സിനിമാ രംഗത്ത് അതുല്യമായ സംഭാവന നൽകിയ ചില വ്യക്തികളുടെ സ്മരണ ഉയർത്തിക്കൊണ്ട് അവരുടെ സ്മാരകങ്ങളിൽ നിന്ന്, സ്മൃതിമണ്ഡപങ്ങളിൽ നിന്ന് 12ാം തീയതി ആരംഭിക്കുന്ന ദീപശിഖ റിലേയാണ്. ആ ദീപശിഖ റിലേ അന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന് ആ ദീപശിഖ കൊളുത്തുന്നതോടുകൂടിയാണ് ഈ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 13ാം തീയതി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളിത് ഉദ്ഘാടനം ചെയ്യും. 15ാം തീയതി സ്ത്രീപക്ഷം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഈ വർഷം മലയാള സിനിമയിൽ 1980 കാലയളവ് വരെ ഏറ്റവും സമഗ്രമായി സംഭാവന നൽകിയ വനിതാ രംഗത്തുള്ള വനിതകളായ ചലച്ചിത്ര നടിമാരെ ആദരിക്കുന്നൊരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 25ഓളം പ്രമുഖരായ വനിതകൾ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിച്ചേരും. അത് കഴിഞ്ഞ കാലങ്ങളെക്കാൾ വ്യത്യസ്തമാണ് ഈ വർഷം അത്തരം ഒരു പരിപാടി. അങ്ങനെ വ്യത്യസ്തതകൾ, പുതുമകൾ നിറഞ്ഞ ഒരു രാജ്യാന്തര ചലച്ചിത്രമേളയാണ് നടക്കുന്നത്. 13,000 ഡെലിഗേറ്റ്സുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിൽ അവർക്ക് എല്ലാവർക്കും കൃത്യമായി സിനിമ കാണുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും സാംസ്കാരിക വകുപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോട്, മുൻകൈയോട് എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി ഈ വർഷം നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ പുതുമ കൊണ്ട് നല്ല തരത്തിൽ ലോകത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ചലച്ചിത്രമേളയാക്കി ജനപങ്കാളിത്തത്തിൻ്റെ ഭാഗമായി മേളയായി മാറുകയാണ്. ഇവിടെ അതിനുവേണ്ടി വലിയ തരത്തിലുള്ള ശ്രമമാണ് നടക്കുന്നത്. ചലച്ചിത്ര അക്കാദമി, അതിൻ്റെ ചെയർമാൻ, അതിൻ്റെ സെക്രട്ടറി, അതിൻ്റെ അംഗങ്ങൾ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ ആത്മാർത്ഥമായി കഴിഞ്ഞ കുറേ നാളുകളായി അവരുടെ കഠിന പരിശ്രമമാണ് ഈ നിലയിലേക്ക് ഇത് വിജയകരമായി മാറ്റപ്പെട്ടിരിക്കുന്നത്. അവരോടെല്ലാമുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനിയുമുള്ള ദിവസങ്ങൾ ഇത് ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണം. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നല്ല നിലയിൽ ഈ കാര്യം ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദീർഘമായ വിഷയത്തിലേക്ക് പോകുന്നില്ല. ലോകത്തെ ഒരുമിപ്പിക്കാൻ, രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ, മലയാളികളെ ഒരുമിപ്പിക്കാൻ, സിനിമാ പ്രേമികളെ ഒരുമിപ്പിക്കാൻ, എല്ലാത്തിനുപരിയാണ് മനുഷ്യൻ എന്ന ഏറ്റവും വലിയ ഉജ്ജ്വലമായ ആശയം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ കേരളം കാണിക്കുന്ന ഈ ആത്മാർത്ഥതയാണ് ഈ രാജ്യാന്തര ചലച്ചിത്രമേള. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയം, ഈ ഗവൺമെൻറ് ലക്ഷ്യം. അതിനാവശ്യമായിട്ടുള്ള ഡെലിഗേറ്റ് സെല്ലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ഡെലിഗേറ്റ് കിറ്റ് ഇവിടെ പ്രിയപ്പെട്ട സിനിമാ രംഗത്തെ മികച്ച നടൻ ശ്രീ ഷറഫുദ്ദീനും മികച്ച നടി മിസ് മഹിമ നമ്പ്യാർക്കും നൽകി നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.